തന്ത്രിയുടെ നില തൃപ്തികരം, വീണ്ടും ജയിലിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആരോഗ്യനില തൃപ്തികരമായതോടെ വീണ്ടും ജയിലിലേക്ക് മാറ്റി. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 2-ന് പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. 24 മണിക്കൂർ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഡിസ്ചാർജ് ചെയ്തത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ വീണ്ടും കോടതിയിലെത്തും. മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും ശബരിമല 14 തുറക്കുന്ന സാഹചര്യത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷ നൽകുന്നത്. എന്നാൽ തന്ത്രിയെ കൂടുതൽ കേസുകളിൽ പ്രതിയാക്കി ചൊവ്വാഴ്ച SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. കസ്റ്റഡിയിൽ കിട്ടാനും അപേക്ഷിക്കും. തന്ത്രിയെ ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും പ്രതി ചേർക്കും. കേരളത്തിൽ BJP MLA മാരുണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള സംഭവിക്കില്ലെന്ന ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൽ BJPയുടെ MLA മാരുണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലായിരുന്നുവെന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് BJP കുറച്ചുകൂടി മുൻപ് ഭരണത്തിൽ വന്നിരുന്നുവെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നുവെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് തോന്നലുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കുറിച്ചും ശോഭ വ്യക്തമാക്കി. ഒരു ദേശീയ മാധ്യമത്തെ അനുവദിച്ച അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുവരുന്ന ആരോപണങ്ങളെക്കുറിച്ചും ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. ശബരിമല കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ശബരിമലയിൽ 2 മുന്നണികളുടെയും ലക്ഷ്യം അയ്യപ്പനല്ല, 2 മുന്നണികളുടെയും ലക്ഷ്യം അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആകണമെന്നാണ്. കേരളത്തിൽ BJPയുടെ 1/2 ഡസനോളം MLA മാരുണ്ടായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കൊള്ള ഒരിക്കലും നടക്കില്ലായിരുന്നു. ഈ പ്രശ്നങ്ങൾ CPM-നോടുള്ള വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്നതാണ്. ലോകത്താകമാനം കമ്മ്യൂണിസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാക്കും പ്രവൃത്തികളും തമ്മിലുള്ള അന്തരം ജനങ്ങൾ കാണാൻ ആരംഭിച്ചു. ഇത് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ഭാവിക്ക് തുടക്കം കുറിക്കും. കേരളത്തിൽ BJP അധികാരത്തിൽ വരേണ്ട സമയത്ത് തന്നെ എത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു.